ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. ആദ്യമായി എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട ദിവസമായ 12 വിളക്കിന് പോയ വിശേഷമാണ്. എല്ലാ കൊല്ലവും ഞാൻ ആഗ്രഹിക്കാറുണ്ട്, പക്ഷേ അത് ഇക്കൊല്ലമാണ് സാധ്യമായത്. മണ്ഡലകാലം ആരംഭമായി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടങ്ങളിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ പറയുന്ന വാചകം ഇങ്ങനെയാണ്: ക്ഷേത്രങ്ങളൊക്കെ ഉണർന്നു എന്ന്. അപ്പോൾ 12 വിളക്കിനെ കുറിച്ച് പറയാം. വൃശ്ചിക മാസത്തിലെ ഈ പ്രധാനപ്പെട്ട ദിവസത്തിനോടനുബന്ധിച്ച് ആദ്യ 12 നാളുകളിൽ ഇവിടെ ആളുകൾ കുടില് കെട്ടി ഭജനമിരിക്കാറുണ്ട്. ഈ കുടിലുകളിലൂടെ നമ്മൾ എപ്പോഴൊക്കെ പോയാലും നമുക്ക് ഭക്ഷണം ലഭ്യമാകുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. 12 വിളക്കിന് നിങ്ങളാരെങ്കിലും പോയിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റിലൊന്ന് ഇട്ടേക്കുക കേട്ടോ. ദക്ഷിണ കൈലാസം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് തന്നെ. എത്ര ഭംഗിയാണെന്നറിയോ, ഇവിടെ വരുമ്പോഴേ ഭയങ്കര മനസ്സമാധാനം തോന്നും നമുക്ക്. പക്ഷേ ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിറയെ തിരക്കാണ്. അത് ഏത് സമയത്തും, ഈ പ്രത്യേകത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് സമയത്തും തിരക്കാണ്. ഇനി ഈ വൃശ്ചികോത്സവം സമാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓണാട്ടുകരയിൽ ഉത്സവങ്ങളുടെ കാലമാണെന്നാണ് ഒരു വെയ്പ്പ്. എന്താണെങ്കിലും ഞങ്ങൾ ഈ സമയത്ത് വന്നപ്പോൾ ആദ്യമേ തന്നെ പോയത് എവിടേക്കാണെന്ന് നിങ്ങൾ കണ്ടല്ലോ, വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. കമ്മലും വളയും മാലയും കണ്ടാൽ അറിയാതെ അങ്ങോട്ടങ്ങ് പോവും ഗൈസ്. അതൊരു വലിയ ഭ്രാന്താണ്. എത്ര മനോഹരമാണ്, എന്തെല്ലാം തരം കളക്ഷൻസാണുള്ളത്. വെറുതെ വാങ്ങിയാലും ഇല്ലെങ്കിലും അത് പോയി കണ്ടു നിൽക്കുന്നത് തന്നെ ഒരു ഭംഗി തന്നെയാണ്. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ പുറകെ അങ്ങനെ അങ്ങ് നടന്നു.